ഫിലിം ഗാരേജിന്റെ ഇന്ന് ദിവസത്തിലെ അവസാനത്തെ എമ്പുരാൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷനാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ഒരുപാട് മണിക്കൂറുകളായിട്ട് സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിപ്പിലായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ 67 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനാണ് എമ്പുരാൻ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. അതിൽ 23 കോടി 87 ലക്ഷം ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ ഗ്രോസ് കളക്ഷനാണ്. ഇന്ത്യൻ കളക്ഷനിൽ 14 കോടി 7 ലക്ഷം കേരളത്തിൽ നിന്നുള്ള ആദ്യ ദിവസത്തെ സിനിമയുടെ ഗ്രോസ് കളക്ഷനാണ്. ഫാർസി ഫിലിംസ് വിതരണത്തിന് കൊണ്ടുവന്ന ഓവർസീസിൽ $5 മില്യൺ സിനിമകളുടെ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഓവർസീസിൽ 43 കോടിയിലധികം ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് സിനിമ 67 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് ആദ്യ ദിവസം മാത്രം എത്തപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുന്നേ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസം വന്നിരിക്കുന്ന സിനിമ അതും ലാലേട്ടൻ സിനിമ തന്നെയാണ്. ചരിത്ര ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മരിക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയാണത്. 2021 വർഷം കോവിഡ് കാലത്ത് 50% ഒക്യുപ്പൻസിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് കൊണ്ട് മാത്രം 20 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിൽ ഒതുങ്ങിപ്പോയ സിനിമയുടെ കളക്ഷനാണ് ഇപ്പോഴത്തെ എമ്പുരാൻ ആദ്യ ദിവസം തന്നെ പ്രീസെയിൽ കൊണ്ട് നേരത്തെ മറികടന്നത്. ഇപ്പോഴത്തെ ഫൈനൽ FT കളക്ഷൻ പുറത്തു വന്നപ്പോൾ മരിക്കാറിന്റെ 3 ഇരട്ടി കളക്ഷനാണ് എമ്പുരാൻ എന്ന സിനിമ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. മരിക്കാർ എന്ന സിനിമയുടെ FT കളക്ഷൻ മറികടക്കാനായിട്ട് എമ്പുരാന് 4 വർഷത്തോളം വേണ്ടി വന്നെങ്കിൽ ഇനി എമ്പുരാന്റെ കളക്ഷൻ മറികടക്കാനായിട്ട് ഒരു സിനിമയ്ക്ക് എത്ര വർഷം വേണ്ടി വരുമെന്നത് ചോദ്യചിഹ്നമാണ്. ഇനി എമ്പുരാൻ പോലൊരു വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ അടുത്ത കാലത്ത് ഉണ്ടാക്കില്ല എന്നാണ് വിശ്വാസം. ഒരുപക്ഷെ 2030 വരെയെല്ലാം തന്നെ കാത്തിരിക്കേണ്ടി വരും എമ്പുരാൻ തീരാനെന്നാണ് നിലവിൽ നാം മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ നാളത്തെ ശനിയാഴ്ച ദിവസത്തെ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രീസെയിൽ കളക്ഷൻ വരുമ്പോൾ 4 കോടി കടന്നിരിക്കുകയാണ് സിനിമയുടെ കേരളത്തിന് പുറത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ കണ്ടന്റും വിവാദമെല്ലാം തന്നെ അന്യഭാഷകളിൽ പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാത്തിരിക്കൂ നാളത്തെ സിനിമയുടെ അടുത്ത കൃത്യമായ കളക്ഷൻ അറിയാനായിട്ട്.